പിന്നെ ഇന്നലത്തെ വെള്ളം കണ്ട, അല്ലെങ്കിൽ ഈ വെള്ളമെല്ലാം മഴ കഴിഞ്ഞ പാട് പോകും, ഉറന്നിട്ടുണ്ട്. അതാ എല്ലാം ഉറന്നിട്ട് വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട്. അതാ ഉണ്ടല്ലേ, അതാ ഉറന്നിട്ടിടയിൽ ഉറന്നു വരുന്നതാണ്. അല്ലെങ്കിൽ എല്ലാം പോകും മഴ കഴിയുമ്പോൾ തന്നെ. എല്ലാം നിറഞ്ഞു വെള്ളം. വേണ്ട വെള്ളം കണ്ട പോകുന്നത്. ഉണ്ടല്ലേ നമ്മുടെ വെള്ളം കണ്ടില്ല, ഇത്രയും വെള്ളമുണ്ട്. അല്ലെങ്കിൽ ഇതെല്ലാം മഴ കഴിയുമ്പോൾ അങ്ങ് പോവും. എന്നിട്ട് താളമ്പോളം മുറിക്കാനാണ് പോകുന്നത്. നമുക്ക് നല്ലൊരു ഓലം വെക്കണം. ഞാൻ മുമ്പേ വെക്കുന്നേ ഓല നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. താളമ്പോളയുണ്ട്, താളമ്പോളയും പച്ചക്കായും കൂട്ടിയിട്ട് ഓലം വെക്കാം. ചാക്കലിനട്ട് കാട്ടുതാളം എടുക്കുന്നില്ല ഇപ്പോൾ. ആ ചാക്കലിനട്ടയിൽ നിന്ന് മുറിക്കാറുണ്ടെന്ന് മുറിച്ചിട്ട് വരാം നമുക്ക്. ഇതിൽ നിന്ന് മുറിക്കാൻ തോന്നുന്നു. ഇത് നടാൻ വെച്ചത് ഇങ്ങനെ മുളച്ചതാണ്, കിഴങ്ങ് കൊണ്ടിട്ടാണ് ഇത്. വേണ്ട ഇതിൽ നിന്ന് മുറിച്ചെടുക്കുക. ഇതേതായാലും വെറുതെ ഇല്ലേ, പിന്നെ ചാക്കിലെടുത്ത് നടാം. പോള മുറിക്കുക. കാട്ടുതാളല്ല, നല്ല താളം തന്നെ. താളുമ്പോള എത്ര പോലെ കിട്ടി. ഇത് വലിയ ചാക്കിലോട്ട് താളിൻ്റെ ഒരു കായുണ്ട്. ഇത് വിട്ടിട്ട് ചക്കക്കുരു വേണമെങ്കിൽ ഇടാം. നമുക്ക് ഇത് വേണ്ടി ഇത്ര വേണ്ടത്, നമുക്കത്ര വേണ്ടത് മുറിച്ചിട്ട് കാണിച്ചേ. മുറിച്ചിട്ട് എല്ലാം ഇത് കൊടുത്തിട്ട് കാണിക്കേ. താഴമ്പോളം മുറിച്ച് കഴിഞ്ഞ് ഇതും കൂടെ മുറിക്കുക. ഇതുകൊണ്ട് ഇങ്ങനെ ആക്കിയാണ്. എന്താ ഇങ്ങനെ ഞാൻ പണ്ടേ മുറിച്ചിട്ട് ആക്കൽ. ഒരു കൈ മതി, അധികം ഇടണ്ട. ചക്കക്കുരു ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി. കായ ഉണ്ടെങ്കിൽ പിന്നെ ചക്കക്കുരു വേണമെന്നില്ല, ഇവിടെയും ചെയ്യാം. ഒന്ന് രണ്ടെണ്ണം മുറിച്ചിട്ടായാലും കുഴപ്പമുണ്ടാവും. ഇത്രയേ വേണ്ടു. 2 പച്ചമുളക് മുറിച്ചിട്ട് കുറച്ച് തേങ്ങ, വെളുത്തുള്ളിയും തേങ്ങ ഇങ്ങനെ ചെരിയിട്ടിട്ടാണ്. കറിവേപ്പിലിട്ട് ആ ഒരു രുചിയുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ. എല്ലാവരും ഇത് വെച്ച് നോക്കണം കേട്ടോ, എനിക്ക് പറയണം എങ്ങനെയുണ്ടെന്ന്. ഇപ്പോഴത്തെ ഇതിൻ്റെ സാധനം അറിയില്ലല്ലോ. ഇത് നല്ലൊരു രുചിയാണിത്. അടുപ്പത്ത് വെക്കാം കേട്ടോ, കുക്കറിലാക്കിയിട്ട് കാണിച്ചാൽ. മീൻ കറി വെക്കുന്നുണ്ടേ ദോശക്ക്. ഇന്ന് ഇഡ്ഡലി ആക്കുന്നില്ല, ദോശ ആക്കണം. ഇഡ്ഡലിക്ക് അരച്ചിട്ട് ഇല്ലേ കഴിക്കുന്നു. ഇഡ്ഡലി വേണ്ടായിരുന്നു, ചെമ്മീൻ കറി ആയതുകൊണ്ട് സാമ്പാറാക്കിയിട്ടില്ല. എന്നതുകൊണ്ട് ചെമ്മീൻ കറിയും ദോശയും എല്ലാം ആക്കിയിട്ട് അരച്ചരാട്ടോ. ഒരു സാധനം കാണിക്കാൻ വിട്ടുപോയി. ഇത് നമ്മളെ ഇടങ്ങായി ഉണ്ട്. ഇടങ്ങായി ഇത് പഴയതല്ല, പഴയത് ഞങ്ങൾ ഇവിടെ വന്നേപ്പിന്നെ വാങ്ങിയതാണ്. ഇത് ഇത് മുമ്പേതാണ്. ഇത് നാഴി. ഇത് 1 കിലോ വേണം. ഇതിന് 1 കിലോ ഇതിന് നിറച്ചുണ്ടാവും. ഈ ഇടങ്ങായിക്ക് കിലോ കണക്കിൻ്റെ ആണ്, വേറല്ല. ഇതിന് 4 നാഴി ഉണ്ടായാൽ ഈ ഒരു ഇടങ്ങായി. 4 നാഴി ഉണ്ടെങ്കിൽ ഗ്ലാസ്സെല്ലാം ഉണ്ട്. എന്നാലും എടുക്കില്ല, ചിലപ്പോൾ എടുക്കില്ല. ഗ്ലാസ്സാണ് എടുക്കൽ. അത് എളുപ്പമായില്ലേ. അപ്പോൾ ഇത് പിന്നെ പിന്നെ 4 നാഴി ഉണ്ടായാൽ ഒരു ഇടം കഴിയാവും. ഉണ്ടല്ലേ, ഇത് ഇന്നലെ മറന്നു പോയതാണ്. അത് ഇതെല്ലാം കാണിക്കുമ്പോൾ ഉണ്ടല്ലേ, ഇതെല്ലാം ഉണ്ടല്ല. ഇത് പഴയ പുരാണത്തിലെ ഇതായത്. ഇത് നമ്മൾ വന്നേ പിന്നെ വാങ്ങിയത്, ഇവിടെ വന്നേ പിന്നെ ഉണ്ടല്ലേ. പച്ചമുളക് ഇട്ട് കഴിഞ്ഞില്ല, നല്ല കുക്കറിലാക്കിയിട്ടുണ്ട്. നല്ല വെയിൽ ഇരിക്കണം. ഇന്നലെ ഇരുട്ടാന്ന് വെച്ചാൽ നിൽക്കില്ല. ഉപ്പിട്ട് വെള്ളം ഒഴിച്ചു. അപ്പം ദോശ ആവില്ല. ഇടക്ക് കയറിയിട്ട് ഒരുത്തനാക്കുന്നതുണ്ടോ? അതാ കർച്ചം കുട്ടം കണ്ടോ ദോശയാക്കിയത്? അതാ
പൊട്ടുന്ന താഴെ നല്ലോണം വെന്തൂരാ. രണ്ടും വിസിൽ വന്നാൽ മതി കേട്ടോ. അങ്ങനെ ഉണ്ടല്ലോ കളറിനെ ഉണ്ടോ, മഞ്ഞളൊന്നും വേണ്ട. നമുക്കിത് വെളുത്തുള്ളിയും തേങ്ങയും ഉണ്ടല്ലോ, ഇതതിലിങ്ങനെ ഇട്ടാൽ മതി, ഒന്നും ആക്കണ്ട. ഒന്ന് അത് കളറിന് മതി. പിന്നെ നമുക്ക് ഇത് പിന്നെ തേങ്ങാപ്പാലാക്കിയിട്ട് കുറച്ചെല്ലാം ഒഴിച്ചാൽ നല്ലതാണ്. എട്ടുണ്ടായാലും രസമാണ്. തേങ്ങാപ്പാലാക്കിയിട്ട് കുറച്ച് ഒഴിക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലതാണ്. തിന്നാൻ രസമായി. അതിലിങ്ങനെ അങ്ങ് വറുത്തിടും. ലേശം തേങ്ങ ഇട്ടെങ്കിലായി എന്തെങ്കിലും ഒരു വറവ് വയ്ക്കുമത്. എനിക്കങ്ങനെ രുചിയാണ്. കണ്ടത് കണ്ടതൊന്നുമില്ല, കളറുണ്ടാ. നീ തിന്നാറുണ്ടല്ലോ, എൻ്റെ രുചിയെല്ലാം പഠിക്കണം. കറിവേപ്പ് ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ പാട്ട് പറങ്കി കടു അതുകൂടെ വറുത്തതിലിടാം. കറിവേപ്പ് ഇടുന്നുണ്ടെങ്കിൽ അതുകൂടെ. കറിവേപ്പ് ഇടിയില്ലാന്ന് കുറച്ചൊക്കെ ഇടുള്ളൂ. ഇല്ല എല്ലാം നുള്ളി അത് വെറുതെ ഇങ്ങനെ ആക്കിയാലോ അത് നുള്ളി വെച്ച് അതേടെ വയ്ക്കുന്നത്. കറിയായി താളിച്ചൊഴിക്കലായി അതിലേക്ക് വേണ്ട വറുത്തിടലായോ. അങ്ങനെ പറയൽ വറുത്തിടും ഞങ്ങൾക്ക്. ഒരച്ചാർ ഇത് മാത്രം മതി നമുക്ക് തോന്നുന്നു. അതല്ലേ വേണ്ട. നമ്മളെ ഇത് ചെമ്മീൻ കറിയാണ്. ദോശക്ക് ദോശയാക്കി ഇടിയാക്കിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. വയ്യാണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കാണാനില്ല ഇതില്ലെങ്കിലും ഞാനിത് ചെയ്യുമ്പോൾ അത് വലിയൊരു കാര്യമല്ലേ. ഇപ്പം രാവിലെ എണീച്ചിട്ട് കുറച്ചെല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇതന്നെ എനിക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ഒരുപാട് സന്തോഷം തന്നെ. ഇനി ഞാൻ നിങ്ങൾക്ക് ഓരോന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. മുളപ്പം കുറേശ്ശെ കൂടിയിട്ട് ഇങ്ങനെ എല്ലാം ചെയ്താലേ